നമസ്കാരം ഗൈസ്. ഇപ്പോൾ രാവിലെ 5 മണിയാണ്. 5 മണിക്ക് ഞാനിപ്പോൾ എഴുന്നേറ്റ് കുളിക്കാനൊന്നും പറ്റില്ല, ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഫ്രീസർ വെച്ച വെള്ളം പോലെ ഉണ്ട്. പിന്നെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ പോവുകയാണ് നന്ദി ഹിൽസിലേക്ക്. സോളോ ആണ്, ഒറ്റക്കാണ് പോകുന്നത്. നന്ദി ഹിൽസിൽ രാവിലെ സൂര്യോദയത്തിൻ്റെ വീഡിയോ എടുക്കാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. അവിടെ എത്ര മണിക്ക് എത്തുമെന്ന് അറിയത്തില്ല. എന്തായാലും എല്ലാവരും വീഡിയോ കാണാം. ഓക്കെ. ഇപ്പോൾ പുലർച്ചക്കാണ്ട് റൈഡിങ് വീഡിയോ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ, കാരണം വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവില്ല. പിന്നെ പുറത്ത് നല്ല മഞ്ഞാണ്, അപ്പോൾ ക്യാമറയിൽ ഫോഗ് കയറാനുള്ള സാധ്യതയുണ്ട് ക്യാമറ കവറിൽ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണാം. ഓക്കെ. ഞാനിപ്പോൾ നന്ദി ഹിൽസിൻ്റെ താഴെ എത്തി. നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും നന്ദി ഹിൽസ് എന്ന് പറയുന്നത്. മുകളിലോട്ട് ഇനിയും ഉണ്ട്, അത് കാണാൻ അങ്ങനെ കോടയായതുകൊണ്ട് കാണാൻ പറ്റില്ല. ഞാനിവിടെ ഒരു കോഫി ഷോപ്പിൽ നിർത്തിയിട്ടാണ്. ആ കോഫി ഷോപ്പിൽ നിർത്തിയിട്ട് അവിടുന്ന് ഇനി കോഫി ഒന്ന് കുടിക്കട്ടെ. ഭയങ്കര തണുപ്പാണ്, ഭയങ്കര തണുപ്പ് തന്നെ, ഭയങ്കര തണുപ്പ്. എന്തായാലും നിങ്ങൾ വിഷ്വൽ കാണാം. തണുപ്പ് ഭയങ്കര കോടയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. Like a bird on a tree, I'm just sitting here. I got time, it's clear to see. From up here, the world seems small. We can sit together. It's so beautiful, you and me. We meant to be in the great outdoors, forever free. Take a step back to see the truth around you. From a distance you can tell. You and me were meant to be outdoors, forever free. You and me, meant to be in the great outdoors. ഇപ്പം മുകളിൽ നന്ദി ഹിൽസിൻ്റെ ടോപ്പിലെത്തി. പിന്നെ ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറാണ്, അത് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് മുകളിലേക്ക് പോവാം. ഓക്കെ.
നമ്മളിവിടെ ഇതിൻ്റെ ഒരു ടോപ്പ് പോയിൻ്റ് അല്ല, പെട്ടെന്നാലും ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല, ഇല്ലെങ്കിൽ പണിവാളി. കാണാൻ പറ്റും ആൾക്കാരൊക്കെ. ഇതാണ് നന്ദി ഹിൽസിൻ്റെ ടോപ്പ് പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ട്, കാണിക്കണം. അമ്പലത്തിനുള്ളിൽ ഞാൻ കയറുന്നില്ല, കാരണം രാവിലെ തന്നെ കുളിച്ചിട്ടൊന്നുമില്ല. തണുപ്പായതുകൊണ്ട് ജസ്റ്റ് കുളിയെന്നൊന്നും പറയാൻ പറ്റില്ല, ആ ലെവലിൽ ചെയ്തിട്ട് വന്നതാണ്. എന്തായാലും സ്ഥലം ഒരു രക്ഷയില്ല, ഒരു രക്ഷയിലാണ്, ഒരു രക്ഷയില്ല. ഇതാണ് നന്ദി ഹിൽസ്. നന്ന നേരത്തെ ഇറങ്ങിയോണ്ട് രാവിലത്തെ വിഷ്വൽസ് കിട്ടാൻ സാധ്യതയില്ല, കാരണം ഭയങ്കര കോടയായിരുന്നു. കുറച്ച് ഹില്ലി ക്ലൈമ്പാണ്, സത്യം പറഞ്ഞാൽ ടയർഡാവും. വ്യൂ പോയിൻ്റാണിത്. ചിലപ്പോൾ വോയിസ് കിട്ടണമെന്നില്ല, നല്ല നിങ്ങൾ വിഷ്വലുണ്ടോ. മേഘം അതിന് താഴെ ആ സ്ഥലമൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം. അത് കണ്ടോ നിങ്ങൾ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടോ വിചാരിക്കുന്നു. കറക്റ്റായിട്ട് പൊളി സാധനം. നമ്മളെ കൊച്ചിയിൽ വെച്ചാൽ പറഞ്ഞല്ലോ പൊളി സാധനം, ബാക്കിയുള്ള ഞാൻ പറയുന്നില്ല. എന്തായാലും സംഭവം കൊള്ളാം. എൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, കാരണം ഞാൻ മൈക്ക് ഫിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഫോണിൽ തന്നെ സംസാരിക്കുന്നതാണ്. കേൾക്കുന്നില്ലെങ്കിൽ പാട്ടുകാരില്ല, ഞാൻ ജസ്റ്റ് മ്യൂസിക് ഇടുകയുള്ളൂ. അവിടെ സംഭവം ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. തന്നെ ഭയങ്കര തണുപ്പ്. എന്തൊക്കെ എടുത്ത് ഓടിക്കളഞ്ഞാലേ
അതിൻ്റെ മുകളിൽ കൂടി ഫോഗ് പോകുന്നൊരു വീഡിയോ ഉണ്ട്. അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഭയങ്കര രസമുണ്ട് കാണാൻ. അത് ടൈം ലാപ്സ് ഇട്ട് എടുക്കാൻ പറ്റിയ നന്നായിട്ടുണ്ടാവും. കാരണം അമാതിരി വീഡിയോ ഉള്ളത്. ഡിജി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം എന്താ പറയുക, നമുക്ക് പിന്നെ നടക്കുമ്പോൾ ഒന്നും ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഇത് കുറച്ച് ഷെയ്ക്കായിട്ടൊന്നും വീഡിയോ ഒന്നും ക്ലിയർ ഉണ്ടാവില്ല. ഇത് പക്ഷേ ഓക്കെയാണ്. കാറ്റടിക്കുമ്പോഴുള്ള ചെറിയ പ്രശ്നമാണ്. പോടെ പോടെ പറഞ്ഞെല്ലാം വരുന്നുണ്ട്. ഇതിനകത്ത് ലിഫ്റ്റ് കിട്ടുന്നുണ്ടോ? ഇവിടെ ഭയങ്കര വെയിലാണ്. കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലാണ്. പക്ഷെ ചൂടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കണ്ണിങ്ങനെ കാണുന്നത്. അത് തെറ്റിദ്ധരിക്കണ്ട കണ്ടിട്ട്. പക്ഷെ വ്യൂ ഉണ്ട് നിങ്ങൾ. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. പിന്നെ ഭയങ്കര ക്ലൈമറ്റും. ഓക്കെ, വീട്ടിലാണ് കേട്ടോ. ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, തണുപ്പ് പോയി കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും ഈ ഡിസംബർ മാസം ആയതുകൊണ്ട് ഒരു തണുപ്പ് ഉണ്ടാവും ഇവിടുത്തെ കാലാവസ്ഥ. ബാംഗ്ലൂർ ടൗണിലായാലും തന്നെ ഉച്ചക്കാരും ചെറിയ തണുപ്പൊക്കെ അത്യാവശ്യം അടിക്കുന്നുണ്ട്. നൈറ്റിൽ നല്ല തണുപ്പാണ്. പക്ഷെ വെയിൽ നല്ലോണം ഓവറായി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ രാവിലെ വന്നിട്ട് പെട്ടെന്ന് പോകുന്നത്. എന്തായാലും നമുക്ക് ഈ അമ്പലത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തൂടെ പോയിട്ട് നോക്കിയിട്ട് വരാം. ഇപ്പുറത്തെ ഭാഗമൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ അപ്പുറം എന്താണെന്ന് അറിയില്ല അവസ്ഥ. ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ ഉള്ളത്. ഐ തിങ്ക് ഓപ്പൺ ആണെന്ന് തോന്നുന്നു. പവർ ബാങ്ക് എടുത്തില്ല. പണി പാലുമ്പളത്ത് കിട്ടി. ഇതിൻ്റെ ഭാഗം അതിനേക്കാൾ നല്ല സെറ്റപ്പ് വ്യൂ ഒക്കെ ഉണ്ട്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. വ്യൂ പോയിൻ്റിൽ എന്താ അവസ്ഥ നമുക്ക് പോയി നോക്കാം. വേഗത്തിന് പോകാം. കാരണം ഫോണിൽ ബാറ്ററി കുറവാണ്. പവർ ബാങ്ക് എടുത്തില്ല. മറന്നുപോയി സത്യം പറഞ്ഞാൽ. കാരണം
ഇവിടുത്തെ ആകാശത്തിൻ്റെ കളറുകളുണ്ടോ, നോർമൽ മോഡിലാണ് ക്യാമറ ഉള്ളത്, എന്നിട്ട് ആ ഒരു കളറുണ്ട് നിങ്ങൾ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. എന്താ പറയുക, നമുക്ക് നല്ല വെറുത്താണ്. നമ്മളിപ്പോൾ ഇത്രയും ദൂരം വന്നിട്ട്, ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നു ബാംഗ്ലൂർ സ്റ്റേ ചെയ്തു, ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ നന്ദി ഹിൽസിലേക്ക് വന്നു. ബട്ട് എന്നാലും നൈസ് പ്ലേസ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്.